നമസ്കാരം. ധനുഷ് പി സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളാണ് 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, അത് ആൻസേഴ്സ് പഠിച്ചു പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻവാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻവാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അത്യന്ത ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനം. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? എ. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 19 എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നെക്സ്റ്റ് വൺ, സ്വത്തവകാശം മൗലികാവകാശങ്ങൾ നീക്കം ചെയ്ത ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44 ഭരണഘടനാ ഭേദഗതി. 44 ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? അമേരിക്ക. നെക്സ്റ്റ് വൺ, മൗലിക കടമകളെക്കുറിച്ച് ശുപാർശ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി? സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂർ. സമത്വ സമാജ് എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപം. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. 1917 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ഭായ്. നെക്സ്റ്റ് വൺ, G20 ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ശരിയായി നമുക്ക് പഠിച്ചു നോക്കാം. G20 ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. G20 സ്ഥിരമായ ആസ്ഥാനമില്ല. എല്ലാ വർഷവും G20 പരിപാടി നടത്താറുണ്ട്, ഉച്ചകോടി നടത്താറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂർ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? പോട്ടി ശ്രീരാമുലു. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽപ്പെടുന്നവ ഏതെല്ലാം? ചേരിചേരാ നയമുണ്ട്, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സ്വാശ്രയത്വം. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇത് മൂന്നും, ചേരിചേരാ, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസവുമൊക്കെ, അത് മൂന്നും എന്താണ്? വിദേശ നയങ്ങളിൽ പെടുന്നവയാണ്. നെക്സ്റ്റ് വൺ, രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. നെക്സ്റ്റ് വൺ, ഏത് രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ.
മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? APJ അബ്ദുൽ കലാം. കാലുകൊണ്ട് വാഹനം ഓടിക്കുന്നത് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാണ്? ജിലുമോൾ മാരിയറ്റ് തോമസ്. നെക്സ്റ്റ് വൺ, 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെട്ടത് ഏത് രാജ്യത്തെ ടീമിനെതിരെയാണ്? 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ അതിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏതു രാജ്യത്തെ ടീമിനെയാണ്? ഒന്നുകൂടി ക്വസ്റ്റ്യൻ. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ആൻസർ ശ്രീലങ്ക. നെക്സ്റ്റ് വൺ, വലുപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത്? 7ാം സ്ഥാനം. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് എന്താണ്? സജി ചെറിയാൻ. നെക്സ്റ്റ് വൺ, കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര് എന്താണ്? മുത്തങ്ങ വന്യജീവി സങ്കേതം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ചൈന. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് പോലെ അറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഉത്തരമഹാസമതലം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? 9. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പമ്പ നദി. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? തെക്കേ അറ്റം ഇന്ദിരാ പോയിൻറ്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? പുന്നമടക്കായൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? AJ ദേശായി. നെക്സ്റ്റ് വൺ, പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? സൈലൻറ്റ് വാലി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ ഏത് വർഷമാണ്? കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ്? 1973. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ജഗ്ദീപ് ധൻകർ. ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാണ്? ലാൻഡർ, റോവർ, ഓർബിറ്റൽ, പ്രൊപ്പൽഷൻ മൊഡ്യൂളുണ്ട്. ആൻസർ ഓർബിറ്റൽ. താഴെ പറയുന്നവയിൽ അമൃത ഷോർഗലിൻ്റെ ചിത്രം ഏതാണ്? ഗ്രാമീണ ജീവിതം. ചരക്ക് സേവന നികുതി എന്നാണ് നിലവിൽ വന്നത്? ജൂലൈ 1, 2017. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഗോദാൻ പ്രേംചന്ദ്. ഒളിമ്പിക് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്? യൂറോപ്പ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അല്ലു അർജുൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? കാലം സാക്ഷി.
2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇന്ത്യ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെ ആണ്? ഹൈദരാബാദ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. 2 മാത്രമാണ് ശരി. കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. നെക്സ്റ്റ് വൺ, ലോല ഏത് വിളയുടെ സങ്കരയിനമാണ്? പയർ. ലോല ഏത് വിളയുടെ സങ്കരയിനമാണ്? പയർ. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. ഇത് ഏത് അപര്യാപ്ത രോഗത്തിൻ്റെ ലക്ഷണമാണ്? കണാരോഗം. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് മാത്രമാണ്? ഓപ്ഷൻ ബി 2 മാത്രം തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ച വരുന്ന മ്യൂസിയം ആണോ? മുതിയം. മുതിയം കടൽത്തീരം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? മുതിയം കടൽത്തീരം ഏത് ജില്ല? കടലാമ മുതിയം കടൽത്തീരം ഏത് ജില്ല? മലപ്പുറം ജില്ല. മുതിയം മലപ്പുറം ജില്ല. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാണ്? 2023. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? ആർദ്രം പദ്ധതി. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ്. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഇവിടെ ക്ലോക്കിൻ്റെ പെൻഡലത്തിൻ്റെ ചലനമുണ്ട്, ഊഞ്ഞാലിൻ്റെ ചലനം, മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം, ജയൻറ്റ് വീലിൻ്റെ ചലനം എന്നിവയുണ്ട്. ആൻസർ ഓപ്ഷൻ ഡി, ജയൻറ്റ് വീലിൻ്റെ ചലനം. നെക്സ്റ്റ് വൺ, കൂടുതൽ പെടാത്തത് ഏതാണ്? മെൻറ്റിലീവിയം, ടൈറ്റാനിയം, റുദർഫോർഡിയം, ക്യൂറിയം. ആൻസർ ടൈറ്റാനിയമാണ്. നെക്സ്റ്റ് വൺ, ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരി. കണികകളുടെ ഊർജം കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ജപ്പാൻ. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ്, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ക്ഷയം, ചിക്കൻ ബോക്സ്, എലിപ്പനി, ഡിഫ്തീരിയ. ചിക്കൻ ബോക്സ് ഒറ്റപ്പെട്ടത്. നിപ വൈറസിൻ്റെ പ്രകൃതിയുള്ള വാഹക ജീവി ഏതാണ്? പ്രകൃതിയുള്ള വാഹക ജീവി ഏതാണ്? ആൻസർ വവ്വാൽ. നെക്സ്റ്റ് വൺ, ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഡയബറ്റിസ് മെലിറ്റസ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? ഇരുമ്പ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് എന്താണ്? സ്പിഗ്മോ മാനോമീറ്റർ. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ ഏതാണ്? പ്രമേഹം. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? WIFS വൈഫ്സ്. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ബാലമിത്ര. താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ.
നെക്സ്റ്റ്, സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗൾ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏതാണ്? കൊൽക്കത്ത. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പേസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? തുടങ്ങനാട്. ഓപ്ഷൻ ഡി തുടങ്ങനാട്. നെക്സ്റ്റ് വൺ, ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി ആണ് 28%. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവേ, വനിത. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കാർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിൽ രചിച്ചിട്ടുണ്ട്? മറാത്തി ഭാഷ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ്? അഭിനീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? 1 തവണ. ഐക്യകേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? NV കൃഷ്ണവാര്യർ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ്? റഷ്യ. താഴെ പറയുന്നവരിൽ ആരാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? ബാലഗംഗാധര തിലക്. തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരം. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? വെല്ലൂർ കലാപം. ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാം പുത്രനെന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം പുത്രനെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കുമാരനാശാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി? KM മുൻഷി. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ്? 338B. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A. 2020 ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയുടെ ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ്? യുണൈറ്റഡ് കിങ്ഡം. യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരപരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വാർത്താവിനിമയം. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ സി ആൻസർ 1, 3, 4. 69-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. മക്കലോണമിക്സ് മാതൃക അതില്ല. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയുടെ പ്രഥമ ബാങ്ക് ദേശവൽക്കരണം ഈ സമയത്താണ് നടക്കുക, 4ാം പഞ്ചവത്സര സമയത്ത്. താഴെ പറയുന്നവയിൽ നീതി ആയോഗ് സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. നീതി ആയോഗ് ശരിയായ പ്രസ്താവനകൾ. നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി തിങ്ക് ടാങ്കാണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓക്കെ. 1971 പോട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കപ്പെട്ടപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണ്? മൈസൂറാണ്. ഹൈദരാബാദും കാശ്മീറും ജുനഗഡുമാണ് ഒന്നിച്ച് വിസമ്മതിച്ചത്. 3 പേര്. 2021 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയുടെ ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഏതാണ്?
ഓസ്ട്രേലിയയുടെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? 3ഉം 5ഉം ഗുജറാത്തും മധ്യപ്രദേശുമാണ് ഭാഗമല്ലാത്തവ. ഭാഗമായത് ത്രിപുര, ഉത്തരാഖണ്ഡ്, സിക്കിം. ത്രിപുര, ഉത്തരാഖണ്ഡ്, സിക്കിം ഉത്തരപർവ്വത മേഖല ഉൾപ്പെടുന്നവയാണ്. ത്രിപുര, ഉത്തരാഖണ്ഡ്, സിക്കിം. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് എഴുതുക. ഓപ്ഷൻ ഡി ആൻസർ. ഇവിടെ ശരിയായ പ്രസ്താവനകൾ നോക്കാം നമുക്ക്. ഇത് ഇന്ത്യയുടെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഇതിലേറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരു ശിഖർ. പഴക്കമുള്ളത് മൗണ്ട് അബു, ഗുരു ശിഖർ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ സമതലത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം ഏതാണ്? വടക്കൻ സിർക്കാസ് തീരം. തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ബി ആണ് ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. നെക്സ്റ്റ് വൺ, 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. ശരിയായ ക്രമീകരണം ഏതാണ്? ഫസ്റ്റ് വൺ തന്നെ ഓപ്ഷൻ എ ആൻസർ. രാജസ്ഥാൻ ആദ്യം, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. നെക്സ്റ്റ് വൺ, അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകൾ ഇടം നേടിയിട്ടുണ്ട്. അദ്ദേഹം ആരാണ്? UN സെക്രട്ടറി ജനറൽ. അന്റോണിയോ ഗുട്ടറസ് UN സെക്രട്ടറി ജനറൽ. പുതുതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും തന്നിട്ടുണ്ട്. തെറ്റായത് കണ്ടുപിടിക്കുക. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഛത്തീസ്ഗഡ്, ഭൂപേഷ് ബോഗൽ. നെക്സ്റ്റ് വൺ, ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ അളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഇറാൻ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒഡീഷ, ആന്ധ്രാപ്രദേശും ഓർത്തിരിക്കുക. ചുവടെ നൽകിയിട്ടുള്ളവയിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? കണ്ണൂരും കാസർഗോഡും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78. ഇവിടെ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ശാസ്താംകോട്ട കായൽ, പൂക്കോട് കായൽ, അഷ്ടമുടി കായൽ, വെള്ളായണി കായൽ. അതിൽ അഷ്ടമുടി കായലാണ് പെടാത്തത്. നെക്സ്റ്റ്, പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ബി ആണ് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. എ നമുക്ക് നോക്കാം. പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ വെച്ചാണ് നദി അറബിക്കടലുമായി ചേരുന്നത്. ഇടമലയാർ അണക്കെട്ട് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടുപിടിക്കുക. ബി ആണ് ഷോളയാർ, പാലക്കാട്. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയെ ബന്ധപ്പെട്ടത് ഇല്ലാത്തത് ഏതൊക്കെയാണ്? ഇടുക്കി ജില്ലയും ബന്ധമില്ലാത്തത് ഏതൊക്കെയാണ്? ആറളം. നെക്സ്റ്റ് വൺ, വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. ഈ തവണ അർജുന അവാർഡ് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം അർജുന അവാർഡ് കിട്ടിയത് ആർക്കാണ്? അത്ലറ്റിക്സ് അല്ലേ? M ശ്രീശങ്കറിന് അത്ലറ്റിക് വിഭാഗത്തിലാണ് അവാർഡ് ലഭിച്ചത്. M ശ്രീശങ്കറിന് അത്ലറ്റിക് വിഭാഗത്തിലാണ് അവാർഡ് ലഭിക്കുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന 4 ദിനം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തേണ്ട തിരഞ്ഞെടുപ്പ് ഏതാണ്? അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? ഒന്ന് ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ്. ബി ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. സി നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഡി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. ഇതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? ഓപ്ഷൻ ഡി തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. വായിക്കും മനസ്സിലാവുമല്ലോ, പെട്ടെന്ന് തന്നെ കിട്ടും. നെക്സ്റ്റ്, നഗരങ്ങളിലെ തൊഴിലാളികൾക്ക്
പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയെ ബന്ധപ്പെട്ടിരിക്കുന്നു? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക്. ആൻസർ സ്വർണ്ണ ജയന്തി, ഷഹാരി, റോസ്ഗാർ യോജന. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിക്കുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വെണ്ണീജ ഭരണം. വൈകുണ്ഠ സ്വാമികൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണമെന്താണ്? ദഹനം സുഗമമാക്കാൻ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡ്. ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്താണ്? ആദിത്യ L1. നെക്സ്റ്റ് വൺ, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? വിരാട് കോഹ്ലി. മികച്ച നടനുള്ള 69ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആരാണ്? അല്ലു അർജുൻ. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി ഏതാണ്? പാരീസ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അപര്യാപ്തത രോഗങ്ങൾ. തന്നിരിക്കുന്നവയിൽ സങ്കീർണ നെല്ലിനങ്ങൾ ഏതൊക്കെയാണ്? പവിത്ര, അന്നപൂർണ, സങ്കരീണം, നെല്ലിനം. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഇവയിൽ ഏതാണ്? ദീർഘകാലം മണ്ണിൽ കെടുക നടക്കുന്നുണ്ട്, മണ്ണിലേക്ക് ജലം ഇറങ്ങും തടയുന്നു, വേരിൻ്റെ വളർച്ച തടസ്സപ്പെടുത്തുന്നു, മണ്ണിലെ ജൈവവസ്തുക്കളുടെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ഇല്ലേ? പ്ലാസ്റ്റിക്കിനെ നോക്കുമ്പം ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന? ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്തവ. അല്ലേ? മണ്ണിൽ ജൈവവസ്തു എന്ന് പറയുമ്പോൾ വിഘാടകർ, ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. നെക്സ്റ്റ് വൺ, എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടുകളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകം ഏതാണ്? ഏതാണിത്? കാൽസ്യവും ഫോസ്ഫറസും. എല്ലും പല്ലും കാൽസ്യം ഫോസ്ഫറസും. തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതൊക്കെ? മലമുഴക്കി വേഴാമ്പലും മലബാർ വെരുകുമാണ്. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല? കോഴിക്കോട് ജില്ല. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമാണ് ആചരിക്കുന്നത്? ഏതാണത്? ചെറു ധാന്യങ്ങൾ. നെക്സ്റ്റ് വൺ, ചില ലോഹങ്ങളും അവയുടെ അയിരുകളും തന്നിട്ടുണ്ട്. ശരിയല്ലാത്ത ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഏത് മാത്രമേ ഉള്ളൂ? സിങ്ക്, ഗലീനയാണ് ശരിയല്ലാത്തത്. അല്ലേ? ബാക്കിയൊക്കെ നമുക്കറിയാം. അലുമിനിയം ബോക്സൈറ്റ്, ഇരുമ്പ് ഹെമറ്റൈറ്റ്, കോപ്പർ കുപ്രൈറ്റ്. നെക്സ്റ്റ് വൺ, ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെ ആശ്രയിച്ച് ഇരിക്കുന്നു? എന്തിനൊക്കെയാണ്? മാസിനെയും പ്രവേഗത്തെയും ആശ്രയിച്ചിരിക്കുന്നു. നെക്സ്റ്റ്, എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗഗ്ലി ബാവൻറ്റി, ലൂയിസ് സി ബ്രൂസ്, അലക്സി എക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ട്സ്. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതാണ്? 4 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. ശരിയെന്ന് പറയുമ്പോൾ വസ്തുക്കളുടെ കമ്പനം മൂലം ശബ്ദം ഉണ്ടാകുന്നു. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. 20,000 ഹെർട്സ് ആണ് ആവൃത്തി. അല്ലേ? നമുക്കറിയാം, ഒന്നും കഴിഞ്ഞിട്ടല്ല. അല്ലേ? ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻ്റ് ഏതാണ്? ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. നെക്സ്റ്റ്, എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്? 3. നെക്സ്റ്റ് വൺ, ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായവ ഏതെല്ലാം? 1, 4 ആണ്. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. സൂര്യനിലെയും
നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. നെക്സ്റ്റ്, ജലജന്യമായ രോഗമായ ഡയേറിയ വയറിളക്കം കാരണമായ രോഗാണു ഏതാണ്? ബാക്ടീരിയ. കൊതുനശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏതൊക്കെ? കൊതു കുത്തുന്ന രോഗം ഏതൊക്കെയാണ്? കുത്തുമ്പോൾ ഉണ്ടാകുന്ന ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ് ശരി. 2 മന്ത് അല്ലേ? മന്ത്, മലമ്പനി. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായവ എഴുതുക. 1ഉം 3ഉമാണ് ശരി. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതു എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായൊരു ധാന്യമാണിത്. പിന്നെ സെല്ലുലോസ് കൊണ്ടാണവ നിർമ്മിച്ചേക്കുന്നത്. അടുത്തത്, ഹൃദയമിടിപ്പ് അളക്കുവാനുള്ള ഉപകരണം ഏതാണ്? ഹൃദയമിടിപ്പ് അറിയുവാനുള്ള ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പ്. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഇതാണ് ശരിയല്ലാത്ത പ്രസ്താവന. എ ആണ്. നെക്സ്റ്റ്, വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണാണ്. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഡയേറിയ, ബാക്ടീരിയ. ജീവിതശൈലീ രോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളവ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 1 ശരി, 2 ശരി. നെക്സ്റ്റ് വൺ, വിറ്റാമിന് ബന്ധപ്പെട്ട പ്രസ്താവന ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? ശരിയല്ലാത്ത ചോദിക്കുമ്പോൾ ആൻസർ എന്താ വേണ്ടത്? ഓപ്ഷൻ ബി ശരിയല്ല. വിറ്റമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്, ജലത്തിൽ ലയിക്കുന്നത്. ബി ആൻഡ് സി ജലത്തിൽ ലയിക്കുന്നവയാണ് ബിയും സിയും എന്ന് പറഞ്ഞത്. പിന്നെ കൊഴുപ്പിൽ ലയിക്കുന്നവ അടക്കാണ്, ADEK ആണ്. നെക്സ്റ്റ് വൺ, കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലെ രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ്? 1ഉം 4ഉം ശരി. വെള്ളം കെട്ടി നിൽക്കുന്നത് അനുവദിക്കരുത്. പിന്നെയോ കൊതുക് വല ഉപയോഗിക്കുക. നെക്സ്റ്റ്, ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം. അടുത്തത്, G1 ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ആസാം. 2023 ഓഗസ്റ്റിൽ EG51 എറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. 2024 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ അടുത്തതുണ്ടായിരിക്കും.